നിലമ്പൂരിലെ ജനതയെ ഉറ്റി നോക്കുക. അവിടെയാണ് വിഷ്ണുവേട്ടൻ സൂചിപ്പിച്ച ഒരു കാര്യം. അപ്പൊ ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാം. നിങ്ങൾ വോട്ട് നമുക്ക് തന്നെ ചെയ്യുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഇത് നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളോട് പറയണം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്. കള്ളത്തരം വാട്സപ്പിലും വരും, കള്ളത്തരം വീട്ടിലും വരും. രണ്ടിന്റെയും ഒരു മറുപടി നമുക്ക് പറയാനുള്ളൂ. ആ പരിപ്പ് നിലമ്പൂരിന്റെ കലത്തിൽ വേവില്ല എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്ന മറുപടി. ഇതാണ് എന്റെ അനുഭവം. ഇതാ എന്റെ പാസ്ബുക്ക്. ഇതാ 16 മാസമായിട്ട് ഒരു നയാ പൈസ ഞാൻ അംശാദായം കൊടുത്തിട്ട് പോലും എനിക്ക് തരാത്തൊരു ഗവൺമെന്റ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോ പെൻഷനെ പറ്റി എത്ര പ്രസംഗിച്ചാലും ഇതാണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് നിങ്ങൾ 10 ആളോട് പറഞ്ഞാൽ അതിനൊരൊറ്റ റിസൾട്ടേ ഉള്ളൂ. ഒന്ന്, 23-ാം തീയതി വോട്ടെണ്ണുമ്പോ ആര്യാടൻ ഷൗക്കത്ത് കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും. അതുവഴി നമ്മൾ ഉറപ്പുവരുത്തുന്നത് ഈ ഏർപ്പാട് 2026 കൂടി അങ്ങ് നിർത്തണം. ജനങ്ങളെ കേൾക്കുന്ന ഒരു ഭരണം വരണം. തൊഴിലാളികളുടെ അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു ഭരണം വരണം. അവരെ ശത്രുക്കളെ പോലെ കാണുന്ന അഹങ്കാരവും ധിക്കാരവും മാറണം. അവരെ കേൾക്കണം, ചേർത്ത് പിടിക്കണം. നൽകാനുള്ള ആ അവകാശങ്ങൾ, ഞാൻ അവകാശം തന്നെ പറയും, ഔദാര്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടം വരണമെങ്കിൽ നമ്മുടെ UDF വരണം. അതിനെ നമ്മൾ വരുത്തും. കേരളത്തെ നമ്മൾ മോചിപ്പിക്കും. പോരാട്ടത്തിന്റെ ഈ മീറ്റിംഗിൽ അവസാനിക്കുന്നില്ല. ഇത് കഴിഞ്ഞിറങ്ങി നിങ്ങൾ കാണുന്ന 10 ആളാണ് ഇതിന്റെ ഏറ്റവും വലിയ റിസൾട്ട്. അത് കാണുമല്ലോ, ഉറപ്പാണ്, പറയല്ലോ. അത് കൈയടിച്ച് പാസ്സാക്കി തന്നെ എല്ലാവരും കൂടെ.